ഹലോ ഹായ് വ്യൂവേഴ്സ്, ഞാൻ ഡോക്ടർ പൂജ സിന്ദ്. ഇന്നത്തെ വീഡിയോ മുഖക്കുരു മാറാൻ സഹായിക്കുന്ന ആയുർവേദ ഹെർബൽ പൗഡേഴ്സിനെ കുറിച്ചാണ്. മുഖക്കുരു പ്രധാനമായിട്ടും രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് ഇൻഫ്ലമേറ്ററിയും മറ്റൊന്ന് നോൺ ഇൻഫ്ലമേറ്ററി. ഇൻഫ്ലമേറ്ററി എന്ന് ഉദ്ദേശിക്കുന്നത് വളരെ വലുതും അതുപോലെ തന്നെ ചുവന്ന് വളരെ തടിച്ചുമിരിക്കുന്ന മുഖക്കുരു ആണ് ഇൻഫ്ലമേറ്ററി ആയിട്ട് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ അതിന് അല്പം ചൂടും കാണും, അതുപോലെ ആ ഭാഗത്ത് അല്പം ചൂടായിട്ട് കാണും, അതുപോലെ തന്നെ ചൊറിച്ചിലും അനുഭവപ്പെടും. മറ്റൊന്നെന്ന് പറയുന്നത് നോൺ ഇൻഫ്ലമേറ്ററി, നമ്മുടെ ഇപ്പോൾ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, അതൊക്കെയാണ് നോൺ ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ആക്നെ അല്ലെങ്കിൽ മുഖക്കുരു. ഇതിൽ നോൺ ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ളതിന് നമുക്ക് പ്രത്യേകം പൗഡേഴ്സും ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ളതിന് പ്രത്യേകം പൗഡേഴ്സുമാണ് ഞാൻ പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ മുഖക്കുരു മാറാൻ സഹായിക്കുന്ന ഏതൊക്കെ ഹെർബൽ പൗഡേഴ്സ് ആണെന്നെ കുറിച്ച് നോക്കാം. ആദ്യം തന്നെ ഞാൻ നോൺ ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ആക്നെ, അതായത് ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, ഇതെല്ലാം മാറിക്കിട്ടാൻ സഹായിക്കുന്ന പൗഡേഴ്സ് ഏതൊക്കെയാണെന്ന് പറയാം. ആദ്യം തന്നെ മഞ്ചിഷ്ട പൗഡറാണ് ഇതിന് പ്രധാനമായിട്ടും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു പൊടി. ആ മഞ്ചിഷ്ട പൗഡർ നമുക്കൊരു 1/2 ടീസ്പൂൺ എടുത്തതിന് ശേഷം മുൾട്ടാന മിട്ടി 1 ടീസ്പൂൺ കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് കുഴച്ചതിന് ശേഷം നമുക്കൊരു വെള്ളത്തിലോ അല്ലെങ്കിൽ റോസ് വാട്ടറിലോ മിക്സ് ചെയ്ത്, പ്രത്യേകിച്ച് ഓയിലി സ്കിൻ ടൈപ്പുകാർക്ക് വെള്ളത്തിലോ റോസ് വാട്ടറിലോ മിക്സ് ചെയ്തതിന് ശേഷം ഇത് മുഖത്തിടുന്നത് വളരെ ഫലപ്രദമാണ്. ഇത് 10-15 മിനിറ്റിന് ശേഷം നമുക്കത് കഴുകിക്കളയുന്നത് ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകിക്കളയണം. അത് നമ്മൾ മുഖത്തൊരു ഫേസ് പാക്ക് പോലെ ഇടുന്നത് നമ്മുടെ ഇതുപോലുള്ള വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ് വരാതിരിക്കാനും അതുപോലെ തന്നെ എക്സസ് ആയിട്ടുള്ള ഓയിലി സ്കിൻ ടൈപ്പുകാർക്ക് ആ ഓയിലിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാനും ഈ പൗഡേഴ്സ് ഹെൽപ്പ് ചെയ്യും. പ്രത്യേകിച്ച് അതുപോലെ തന്നെ ഇനി ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും വരാതിരിക്കാനും ഇത് സഹായിക്കും. അടുത്തൊരു ഫലപ്രദമായിട്ടുള്ള ഹെർബൽ പൗഡർ എന്ന് പറയുന്നത് രക്തചന്ദനത്തിൻ്റെ പൊടിയാണ്. രക്തചന്ദനത്തിൻ്റെ പൊടി നമുക്ക് തേനിൽ മിക്സ് ചെയ്ത് മുഖത്ത് ഒരു 10-15 മിനിറ്റ് നേരം ഇട്ടതിന് ശേഷം ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകി കളയുന്നത് നമുക്കിതുപോലെ ചെറിയ മുഖക്കുരുകൾ മാറിക്കിട്ടാൻ, പ്രത്യേകിച്ച് പൊങ്ങി നിൽക്കുന്ന ചുവന്ന നിറത്തിലുള്ളതും അല്പം എരിച്ചിലും ചൂടും ഒക്കെ ഉള്ള ഒരു മുഖക്കുരു മാറിക്കിട്ടാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള പാപ്യൂൾസ് പോലുള്ള ലീഷൻസിന് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു പൗഡറാണ് രക്തചന്ദനത്തിൻ്റെ പൗഡർ. അത് നമ്മുടെ ഒരുപാട് ബേണിംഗ് സെൻസേഷനുള്ള, അതായത് ചുട്ടുനീറ്റിലുള്ള പോലുള്ള കണ്ടീഷൻസിൽ, പ്രത്യേകിച്ച് മുഖത്ത് നല്ല ചൂട് അനുഭവപ്പെടുന്ന ആ ഒരു ഭാഗത്ത്, മുഖക്കുരുവുള്ള ഭാഗത്ത് ചൂട് അനുഭവപ്പെടുകയാണെങ്കിൽ നമുക്കിത് രക്തചന്ദനത്തിൻ്റെ പൊടി ഇതുപോലെ തേനിൽ കുഴച്ച് 10-15 മിനിറ്റ് നേരം ഇടുന്നത് അവിടുത്തെ ആ ഒരു സെബം, എക്സസ് ആയിട്ടുള്ള ആ ഒരു ഓയിൽ പ്രൊഡക്ഷനെ കുറയ്ക്കാനും അതുപോലെ തന്നെ അവിടുത്തെ ബാക്ടീരിയാസ് നശിക്കാനും അതുപോലെ തന്നെ ഇത് ക്യൂർ ആവാനും, അതായത് മുഖക്കുരു മാറാനും ഒക്കെ സഹായിക്കുന്നതാണ്. ഇനി നമുക്ക് ഏലാദി ചൂർണവും നിംബഹരിദ്രാദി ചൂർണത്തിനെ കുറിച്ച് നോക്കാം. ഏലാദി ചൂർണം എന്ന് പറയുന്നത് നമ്മുടെ നോഡ്യൂൾസ് പോലെ ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള മുഖത്ത് ഒരുപാട് മുഖക്കുരു ഉണ്ടെങ്കിലും അതുപോലെ തന്നെ ഒരുപാട് ചൊറിച്ചിൽ, അതുപോലെ തന്നെ കറുത്ത പാടുകൾ, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന 2 പൊടികളാണ് നിംബഹരിദ്രാദി പൊടിയും അതുപോലെ തന്നെ ഏലാദി ചൂർണവും. ഏലാദി ചൂർണം നമുക്ക് മോരിലാണ് ഇടേണ്ടത്. സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് മോരിലിടാം. അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നുകാർക്കാണെങ്കിൽ ഓയിലിൽ മിക്സ് ചെയ്ത്, കുങ്കുമാതി തൈലത്തിൽ മിക്സ് ചെയ്തിടാം. അതുപോലെ തന്നെ ഓയിലി സ്കിന്നുകാർക്കാണെങ്കിൽ നമുക്ക് അത് വാട്ടറിലോ റോസ് വാട്ടറിലോ മിക്സ് ചെയ്ത് ഏലാദി ചൂർണം മുഖത്തിടുന്നത് വളരെ ഫലപ്രദമാണ്. പ്രത്യേകിച്ചും ഇതുപോലുള്ള ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള, അതായത് പ്രത്യേകിച്ച് ചുവപ്പ് നിറത്തിലും ഒരുപാട് വലുതായിട്ട് നിൽക്കുന്ന മുഖക്കുരുവിന് സ്പോട്ട് ട്രീറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അതായത് ആ ഭാഗത്ത് മാത്രമായിട്ട് നമുക്ക് ഇത് ഏലാദി ചൂർണം ആ മുഖക്കുരുവുള്ള ആ ഭാഗത്ത് മാത്രമായിട്ട് അപ്ലൈ ചെയ്യുന്നത് വളരെ ഫലപ്രദമാണ്. അതിനുശേഷം 10-15 മിനിറ്റിന് ശേഷം നമുക്ക് ചെറിയൊരു ചൂടുവെള്ളത്തിൽ കഴുകി കളയുന്നത് ആഴ്ചയിൽ 2-3 പ്രാവശ്യം ഇതേപോലെ ചെയ്യുന്നത് വളരെ ഫലപ്രദമായി. മറ്റൊരു ഫലപ്രദമായിട്ടുള്ള ഹെർബൽ പൗഡർ എന്ന് പറയുന്നത് കസ്തൂരി മഞ്ഞളാണ്. കസ്തൂരി മഞ്ഞൾ നമുക്ക് 2 രീതിയിലാണ് മാർക്കറ്റിൽ അവൈലബിൾ. ഒന്ന് മഞ്ഞ കളറിലുള്ളതും അതൊന്ന് വെള്ള കളറിലുള്ളതും. വെള്ള കളറിലുള്ളതാണ് ഒറിജിനൽ ആയിട്ടുള്ള കസ്തൂരി മഞ്ഞൾ. അത് മഞ്ഞ കറ നമ്മുടെ മുഖത്ത് മഞ്ഞ കറ വരത്തില്ല. അതാണ് ഏറ്റവും ഒറിജിനൽ ആയിട്ടുള്ള കസ്തൂരി മഞ്ഞൾ. അത് വൈൽഡ് ടർമറിക് അല്ലെങ്കിൽ കാട്ട് മഞ്ഞളിൻ്റെ കിടങ്ങെടുത്ത് പൊടിച്ചുണ്ടാക്കുന്ന വെള്ള കസ്തൂരി മഞ്ഞളാണ് നമ്മൾ ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കേണ്ടത്. അതിൽ നമ്മൾക്ക് ഒരു 1/2 ടീസ്പൂൺ ഈ കസ്തൂരി മഞ്ഞളുടെ പൊടി ഒറിജിനൽ എടുത്തതിന് ശേഷം അത് നമുക്ക് തേനുമായിട്ട് മിക്സ് ചെയ്ത് മുഖത്തിടുന്നത് മുഖക്കുരു മാറാനും അതുപോലെ തന്നെ മുഖത്തിൻ്റെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടാനും ഒക്കെ സഹായിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള, അതായത് ചുവപ്പ് നിറത്തിലും അതുപോലെ തന്നെ ഒരുപാട്
ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടുന്ന മുഖക്കുരുവൊക്കെ മാറിക്കിട്ടാൻ വളരെ ഹെൽപ്ഫുള്ളാണ് കസ്തൂരി മഞ്ഞളിൻ്റെ ഇതുപോലുള്ള തേനിൽ ചാലിച്ചിടുന്നത്. മുകളിൽ പറഞ്ഞ എല്ലാ പൗഡേഴ്സിൻ്റെ കൂടെയും മിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു പൗഡറാണ് മുൾട്ടാനമിട്ടി. മുൾട്ടാനമിട്ടി പൗഡർ നമുക്ക് ഈ പൗഡേഴ്സിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നത് പോർസ്, പ്രത്യേകിച്ച് ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ വന്നതിന് ശേഷം പോർസ് വലുതായിട്ട് നമ്മുടെ ഫേസിൽ കാണാൻ സാധിക്കും. അത് പോർസ് ഷ്രിങ്ക് ചെയ്യാനും അത് സ്കിന്ന് ടൈറ്റൻ ചെയ്യാനും ഒക്കെ സഹായിക്കുന്നതാണ് മുൾട്ടാനമിട്ടിയുടെ ഉപയോഗം. മുൾട്ടാനമിട്ടി വെറുതെ രക്തചന്ദനത്തിലോ അല്ലെങ്കിൽ ഇതേപോലെ കസ്തൂരി മഞ്ഞളോ മിക്സ് ചെയ്ത് നമുക്ക് പുരട്ടാവുന്നതാണ്. പ്രത്യേകിച്ചും പോർസ് അടഞ്ഞു കിട്ടാനും അതുപോലെ തന്നെ ഇത് തേനിലും മിക്സ് ചെയ്ത് ചേർത്ത് നമുക്ക് മുഖത്ത് പുരട്ടുന്നതും വളരെ ഫലപ്രദമാണ്. മുകളിൽ പറഞ്ഞ പൗഡേഴ്സ് എല്ലാം നമുക്ക് ഫേസ് പാക്ക് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ച് നമുക്ക് ഒരു ദിവസം 1-2 പ്രാവശ്യം ഇത് ഫേസ് പാക്ക് ആയിട്ട് ഉപയോഗിക്കുന്നത് വളരെ ഹെൽപ്ഫുള്ളാണ്. പക്ഷേ ആഴ്ചയിൽ നമ്മൾ 2-3 ദിവസമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയ സ്കിൻ ഇറിറ്റേഷൻ വരാനുള്ള ചാൻസസ് ഉള്ളതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഡ്രൈനെസ്സും വരാനുള്ള ചാൻസസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിത് ആഴ്ചയിൽ 2-3 ദിവസം മാത്രം ഉപയോഗിക്കുക. താങ്ക് യു.